പ്ലാൻ ചെയ്താൽ വരാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല ഇത്. ഇവിടെ വരാൻ തീരുമാനം മതി, പക്ഷെ അനുമതി ദേവിയുടേതാണ്. ചില യാത്രകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, നമ്മളെ തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു ദേവി ശബ്ദമില്ലാത്തവൾ, പക്ഷെ ലോകത്തെ മുഴുവൻ ജ്ഞാനം നൽകുന്നവൾ. കർണാടകയിലെ പശ്ചിമഘട്ട മലനിരകളിൽ സൗപർണിക നദിയുടെ തീരത്ത് നിശബ്ദത തന്നെ പ്രാർത്ഥനയാക്കിയ ഒരു ക്ഷേത്രം, കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രം. മൂകാംബിക ദേവി ലക്ഷ്മിയുടെയും പാർവതിയുടെയും സരസ്വതിയുടെയും ശക്തികൾ ഒരുമിച്ചുള്ള ഒരു ദേവിയാണ്. ഇവിടെ ദേവി അംബിക മാത്രമല്ല, സരസ്വതിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാരംഭം, സംഗീതം, കല, ജ്ഞാനം എല്ലാം ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. കൗമാസുരൻ എന്നൊരു അസുരൻ ദേവന്മാരുടെ ശബ്ദം കവർന്നു. പ്രാർത്ഥനകൾ പോലും നിശബ്ദമായി. അപ്പോൾ ദേവി അവതരിച്ചു, അസുരനെ വധിച്ചു, ലോകത്തിന് ശബ്ദം തിരികെ നൽകി. അങ്ങനെയാണ് ദേവി മൂകയും അംബികയും ചേർന്ന മൂകാംബികയാകുന്നത്. മൂകാംബിക നമ്മുടെ ശബ്ദം കേൾക്കുന്ന ദേവിയല്ല, നമ്മുടെ മനസ്സ് വായിക്കുന്ന ദേവിയാണ്. ചില സ്ഥലങ്ങൾ നമ്മളെ മാറ്റും, ചില ദേവതകൾ നമ്മളെ വളർത്തും. കൊല്ലൂരിൽ നമ്മൾ നമ്മളായി മാറുന്നു. ദേവി നമുക്ക് എന്തെങ്കിലും തരുന്നതിന് മുമ്പ് നമ്മളിലുള്ള അഹങ്കാരം അങ്ങ് എടുത്തു മാറ്റും. അതുകൊണ്ട് തന്നെയാണ് ദേവിയുടെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാകുന്നത്. ഇവിടം ഒരിക്കലും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമല്ല, നമ്മുടെ കലഹങ്ങൾക്ക് വെറും ശാന്തി മാത്രമാണ്. ദേവി നമ്മളെ മാറ്റാൻ ഒന്നും ചെയ്യില്ല, പക്ഷെ നമ്മളെ നമുക്ക് കാണിച്ചു തരും. ജീവിതം ഇവിടെ വളരെ വ്യക്തമായി സംസാരിക്കും. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈശ്വരന്റെ മുന്നിൽ നമ്മൾ ചെറുതാകുകയും എന്നാൽ ജീവിതം വലുതാണെന്നും നമുക്ക് തോന്നുന്ന നിമിഷമാണ്. ഇവിടെ പ്ലാൻ ചെയ്ത് വരുന്നവരുണ്ട്, പക്ഷെ തിരിച്ചു പോകുന്നത് ഇവിടെ തീരുമാനിച്ച വഴികളിലൂടെയാണ്.